ISL ട്രാൻസ്ഫർ മാർക്കറ്റ് കഴിഞ്ഞ ദിവസമാണ് ഒഫീഷ്യലായി ക്ലോസ് ചെയ്തത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എല്ലാ വർഷത്തിലും ഉപരിയായി ഇത്തവണ ISL ട്രാൻസ്ഫർ മാർക്കറ്റിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന് നിലവിലുള്ള ടീമിലെ ഇന്ത്യൻ താരങ്ങളെ വിറ്റൊഴിവാക്കാനാണ് ISL ട്രാൻസ്ഫർ മാർക്കറ്റ് തുറന്നപ്പോൾ മുതൽ ഇങ്ങ് വരെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അലക്സാണ്ടർ കോയഫ് അതുപോലെ തന്നെ ജീസസ് ജുമിനസ് എന്നീ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നതും മാറ്റി നിർത്തിയാൽ ബാക്കിയൊന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമല്ല. അത് നമുക്കറിയാം. കാരണം ജിക്സൺ സിംഗ് അടക്കമുള്ള താരങ്ങളെ വിറ്റൊഴിവാക്കി പണം കണ്ടെത്താനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചത്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം പണം കണ്ടെത്തുക മാത്രമാണെന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ മാർക്കസ് മെർഗുലാവോ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ട്രാൻസ്ഫർ വിൻഡോ ഇപ്പോൾ ഒഫീഷ്യലായി അടച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ISL ട്രാൻസ്ഫർ മാർക്കറ്റിൽ കരാർ അവസാനിപ്പിക്കലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്, അതിൻ്റെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ മാർക്കസ് മെർഗുലാവോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സൂചന ഇന്ന് പുറത്തേക്ക് വന്നേക്കാമെന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വിദേശ താരത്തെ ഓഫ്ലോഡ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള അപ്ഡേറ്റുകൾ വന്നിരുന്നു. പെപ്രയുടെ പേരാണ് ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത്. ഇനി പെപ്രയെ ഒഴിവാക്കിക്കൊണ്ട് വിദേശ താരത്തെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നുള്ള അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു. എന്തായാലും അർജന്റീനിയൻ സൂപ്പർ താരമായ ഫിലിപ്പ് പസഡോറിനെ പെപ്രയുടെ പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്നുള്ള അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു. ഇനി പെപ്രയുടെ കാര്യമാണോ അദ്ദേഹം സൂചിപ്പിച്ചതെന്ന് അറിയില്ല. എന്തായാലും ഏത് ക്ലബ്ബാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഒരു ക്ലബ്ബ് ഇപ്പോൾ ISL ട്രാൻസ്ഫർ മാർക്കറ്റിൽ ചർച്ച ഇപ്പോൾ നടത്തുന്നുണ്ട്. ഒരു താരത്തെ കരാർ നിർത്തി അദ്ദേഹത്തെ ഓഫ്ലോഡ് ചെയ്യാനാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നതെന്നാണ് മാർക്കസ് റിപ്പോർട്ട് ചെയ്തത്. ഇനി അത് ഏത് താരമാണെന്നോ ഏത് ടീമാണെന്നോ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഉടൻ തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.